മിനിസ്ട്രീസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നരകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചിന്തകളായിരുന്നു കഴിഞ്ഞ 2-3 എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നുകൊണ്ട് നമുക്ക് ആ നരകത്തിൻ്റെ ചിന്തകളൊക്കെ ഇന്ന് നമുക്ക് ക്രോഡീകരിക്കാം എന്ന് വിചാരിക്കുകയാണ്. നരകത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കത്തുന്ന ഗന്ധക നദി, ലേക്ക് ഓഫ് സൾഫർ. രണ്ടാമത് പറഞ്ഞ ലേക്ക് ഓഫ് ഫയർ എന്ന് പറഞ്ഞു. ലേക്ക് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഗിഹാന എന്ന് പറഞ്ഞ ആ വേർഡ് യേശുക്രിസ്തു യൂസ് ചെയ്ത കാര്യം നമ്മൾ സംസാരിച്ചു. അതുപോലെ നേരത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, പാതാളത്തിലുള്ള പറുദീസ മരിച്ചു കഴിയുമ്പോൾ വിശ്വാസികളുടെ ആത്മാവ് ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് അത് ഷിഫ്റ്റായി എന്ന് പറഞ്ഞു. അതുപോലെ ഭൂമിയുടെ അടിയിൽ, അണ്ടറിൽ, സെൻറ്ററിൽ, അകത്താണ് നരകത്തിൻ്റെ സ്ഥാനമെന്ന് നമ്മുടെ ചില ചിന്തകളിൽ നിന്ന്, ബൈബിളിലുള്ള ചില വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലായി, നമ്മളത് ഷെയർ ചെയ്യുന്നു. ഇതൊരു നിത്യദണ്ഡനത്തിൻ്റെ സ്ഥലമാണ്. ഇതാണ് മൂന്നാമത് പറയാനുള്ളത്, നിത്യദണ്ഡനത്തിൻ്റെ സ്ഥലം. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുണ്ട്. വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഏത് പുഴുവാണ് തീക്കകത്ത് കിടന്ന് ചാകാത്തതെന്ന് ഞങ്ങൾ ചോദിക്കും. അത്രയും കെടാത്ത തീക്കകത്ത് ഏത് പുഴുവാണ് ചാകാതെ കിടക്കുന്നത്? ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കെമിക്കൽ ഗവേഷകനായ ഉൾവാങ് ബാമിസ്റ്റർ തിളച്ചു മറിയുന്ന അഗ്നിപർവ്വതങ്ങൾ, ലാവകൾ ജീവിക്കുന്ന ആർക്കിയ ബാക്ടീരിയകളെ കണ്ടെത്തി. എന്നുവെച്ചാൽ ആ ബാക്ടീരിയയ്ക്ക് ആ തിളച്ചു മറിയുന്ന ലാവയ്ക്കകത്ത് ജീവനുണ്ട്. അപ്പോൾ ഈ പുഴു ചാകില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാകത്തില്ല, ചാകാത്ത പുഴുവോടുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബൈബിളിലെ വാക്യങ്ങൾ നമ്മൾ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്തും കുറേ കാര്യങ്ങൾ നരകവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 26-5 വാക്യത്തിൽ വെള്ളത്തിനും അതിലെ നിവാസികളിലും പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു, പാതാളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു, നരകം മറയില്ലാതെ ഇരിക്കുന്നു. ഇതെല്ലാം ഇല്ല സാഹിത്യ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും ദൈവത്തെ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രേതങ്ങൾ നൊന്ത് നടങ്ങുന്നു, പാതാളത്തിൽ നരകം മറയില്ലാതെ ഇരിക്കുന്നു, പാതാളം അവരുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു എന്നുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 14:11 അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും എന്നെഴുതിയിട്ടുണ്ട്. അതിന് പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും നിത്യദണ്ഡനം, അതെന്നേക്കും പൊങ്ങും എന്ന് പറയുന്ന ഭാഗം അവിടെ എഴുതിയിട്ടുണ്ട്. ഇയ്യോബ് 28:5 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാകുന്നു, അതിൻ്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. പാറയും ലോഹങ്ങളും മറ്റും ഉരുകിച്ചേർന്ന് മാഗ്മ അവസ്ഥയിലാണ് ഭൂമിയുടെ അധോഭാഗമെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ചൈനയിലൊക്കെ ഏകദേശം ഇത് കണ്ടുപിടിക്കാനായിട്ട് തന്നെ ഡിഗ് ചെയ്ത് 12-14 കിലോമീറ്റർ ഡിഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നിർത്തി. പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ആ വർക്കേഴ്സ് തിരിച്ചത് നിർത്തി എന്ന് പറയുന്നു. അതിൽ നിന്ന് എന്തൊക്കെ ഒരുപാട് ശബ്ദം കേൾക്കുന്നെന്നോ ഒക്കെ പറഞ്ഞ് അങ്ങനെ വായിച്ചിട്ടുണ്ട്. അല്ല എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എന്നാലും അത് വായിച്ചതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഭൂമിയുടെ അടിയിലേക്ക് ഡിഗ് ചെയ്ത് പോയി 12 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് ചില ശബ്ദങ്ങളും അതുപോലെ ചില ഗ്യാസസും ഒക്കെ വരുന്നത് കൊണ്ട് അവരത് നിർത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണുന്നുണ്ട്. ഭൂമിക്കടിയിൽ ഇങ്ങനെ തീ ഉണ്ടെന്നും തീ കൊണ്ട് പാറകളെല്ലാം, പാറയും മറ്റ് ലോഹങ്ങളും എല്ലാം ഉരുകി മാഗ്മ അവസ്ഥയിലായിരിക്കുന്നുവെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സഭാപ്രസംഗിയും ഇത് പറയുന്നുണ്ട്. 3:21 ആത്മാക്കൾ എങ്ങോട്ട് പോകുന്നു? മേലോട്ട് പോകുന്നുവോ? മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിൽ പോകുന്നുവോ? ആർക്കറിയാം? ബുദ്ധിമാൻ്റെ ജീവിതയാത്ര മുകളിലേക്കാണ്, എന്നും മുകളിലേക്കാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ മനുഷ്യരുടെ ആത്മാവ് മുകളിലോട്ടും താഴോട്ടും പോകുന്നു എന്ന് ഈ സഭാപ്രസംഗി 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലെ വിവിധ മണ്ഡലങ്ങൾ ഉള്ളതുപോലെ നമ്മൾ നേരത്തെ കണ്ടു, സ്വർഗത്തിലെ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം ഉള്ളതുപോലെ ഭൂമിക്കടിയിലും ഇതുപോലെ വിവിധ സ്ഥലങ്ങൾ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹെയ്ഡ്സ് എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ
ടാർട്ടറസ് എന്ന് പറയുന്ന സ്ഥലം, അഗാധ കൂപം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം നമുക്ക് ഈ ഇതിനകത്ത് കാണാം, ഈ നരകത്തിൽ കാണാം എന്നുള്ളത്. ഈ നരകത്തിലെ ദണ്ഡന രീതികളെക്കുറിച്ചും ബൈബിളിൽ ചില വാക്യങ്ങളുണ്ട്. അതും കൂടി നമുക്ക് ചിന്തിക്കാം, നരകത്തിലെ ദണ്ഡന രീതികൾ എന്താണെന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ലേക്ക് ഓഫ് ഫയർ, അല്ല ഗന്ധക പൊയ്ക എന്നൊക്കെ പറയാം. തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിൽ ഓഹരിയായിരിക്കും. അത് സങ്കീർത്തനം 11:6 പറയുന്നതാണ്. അതിനകത്തും വാക്യങ്ങളുണ്ട്. ദണ്ഡനം, ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയും ആണ് എന്നുള്ള വാക്യങ്ങൾ ഉണ്ട്. ഒന്ന് ഗന്ധകം ആണ്. രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുന്നത് തീയാണ്. തീ, അവിടെ തീയുണ്ട്. എല്ലാവരും മർക്കോസ് 9:49 ഇങ്ങനെയാണ് ഇടയിൽ, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. തീ കൊണ്ട് ഉപ്പിടുന്ന സ്ഥലം, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എന്നുള്ളൊരു വേർഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിനകത്ത് തന്നെ 48-ാം വാക്യത്തിൽ, മർക്കോസ് 9:48 മൂന്നാമതൊരു കാര്യം, അവിടെ പുഴുക്കളുണ്ട്. അവിടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല. അപ്പോൾ ഗന്ധകമുണ്ട്, തീയുണ്ട്, പുഴുക്കളുണ്ട്. നാലാമത് ദണ്ഡനത്തിൻ്റെ പുകയെന്നും അഗാധ കൂപത്തിൻ്റെ പുകയെന്നും വിശേഷിപ്പിച്ചിട്ടുള്ള ഭാഗം, പുകയുള്ള സ്ഥലം. അത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അഗാധ കൂപം തുറന്നു, ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി, കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയുള്ള സ്ഥലം, ഗന്ധകം, തീയ്, പുഴുക്കളെ, പുക. ഇനിയും ഒരു കാര്യം കൂടിയുണ്ട്, അഞ്ചാമതൊരു കാര്യം കൂടിയുണ്ട്, ഇരുട്ട്. അവിടെ അന്ധകാരവും കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മത്തായി 8:12 രാജ്യത്തിൻ്റെ പുത്രന്മാരോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇരുളുണ്ട്, കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പിന്നെയും ഒരുപാട് റെഫറൻസസ് ബൈബിളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. എന്നാൽ പൊതുവേ നരകത്തിൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണുള്ളത്. ഗന്ധകം, തീ കത്തുന്ന ഗന്ധം, അതുപോലെ പുഴുക്കൾ, ചാകാത്ത പുഴുക്കൾ ഈ തീക്കകത്തുകൂടെ കാണും. അവിടെ പുകയുണ്ടാവും, ഇരുട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്തിലേക്ക് ജീവിതകാലം മുഴുവൻ യാതന അനുഭവിച്ച് കഴിയുവാനായിട്ടാണ് പിശാച് നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ളവർ നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ എന്താണ് തെറ്റിലകപ്പെടാതെ നമ്മൾ വിശുദ്ധിയോടുകൂടി ജീവിപ്പാനായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ നരകത്തെക്കുറിച്ചുള്ള ഒരു ജനറലായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നരകം എങ്ങനെയാണ്, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ആരാണ് നരകത്തിൽ പോകുന്നത്, എന്തിനാണ് നരകം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാം പറഞ്ഞു. പക്ഷേ നമുക്കൊരു കാര്യം, നമുക്കെന്താണ് ഇതുകൊണ്ട് കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ അൾട്ടിമേറ്റായിട്ടുള്ള നമ്മുടെ ഭാവി, നമ്മുടെ വിധി ഇതുവഴി പ്രസ്താവിക്കുകയാണ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് ഈ നരകത്തിൽ പോകണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത്. എന്നുവെച്ചാൽ വിശാലമായിട്ടുള്ള വാതിലാണ് നരകത്തിലേക്ക് പോകുന്ന വാതിൽ. അത് തുറന്നു വെച്ചിരിക്കുകയാണ്. അത് പിശാച് പല കള്ളങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ അതിലേക്ക് ഇങ്ങനെ പെഴ്സ്യൂ ചെയ്ത് അങ്ങനെ നമ്മളെ തെള്ളി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനറലി അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. എന്നാൽ വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്ന, കർത്താവിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ മാത്രമേ സ്വർഗീയമായിട്ടുള്ള ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴേ നമ്മൾ ഈ കഴിഞ്ഞ ഫേസ് സീരീസിലെ വന്നിരിക്കുന്ന ഇത്രയും എപ്പിസോഡുകൾ നമ്മൾ കഴിഞ്ഞു. ഏകദേശം 110 എപ്പിസോഡുകളോളം നമ്മൾ ടോട്ടൽ ഇപ്പോഴേ കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇതിനകത്തെല്ലാം നമ്മൾ കാണുന്നത്, നമ്മൾ ഇതുവരെയും വിശ്വാസത്തിൻ്റെ സീരീസിൽ നമ്മൾ ആദ്യം വിശ്വാസത്തിൽ ജനിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതിലെ കുറേ കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് ജനിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വിശ്വാസത്തിൽ വളരുന്നതിനെക്കുറിച്ച്, അതിന് ദൈവവചനം എങ്ങനെ പഠിക്കണമെന്നുള്ളതും എല്ലാം നമ്മൾ പഠിച്ചു. അതെല്ലാം നിങ്ങൾ ആ എപ്പിസോഡുകളിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുള്ളത് കാണണം. അത് കഴിഞ്ഞ് വിശ്വാസത്തിൽ വേല ചെയ്യുക, ദൈവം നമ്മളെ ഏൽപ്പിച്ച മിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും
അതിലേത് രീതിയിലാണ് നിലനിൽക്കേണ്ടതെന്നും എങ്ങനെയാണ് ഫലം കായ്ക്കേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയും അവസാനം നമ്മൾ പറഞ്ഞത് വിശ്വാസത്തിൽ മരിക്കുക എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ മരണത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും മരിച്ചാൽ എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ, എങ്ങോട്ടാവും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞപ്പോൾ അവസാനം നമ്മൾ കൊണ്ടുവന്ന് സ്വർഗവും നരകവും ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ വന്ന് അവസാനം ഇപ്പം നരകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഈ ഫെയ്ത്ത് സീരീസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഫെയ്ത്ത് സീരീസ് കൺക്ലൂഡ് ചെയ്യുമ്പോഴേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴേ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലായി കാണും. നമ്മൾ പറയുന്ന പോലെ എ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഈസി. ഒരു ക്രിസ്തീയ ജീവിതം അത്ര ഈസി ഉള്ളൊരു കാര്യമല്ല. വിശ്വാസം ഈസിയാണ്, വിശ്വസിക്കുക എന്നുള്ളത് ഭയങ്കര ഈസിയാണ്, കർത്താവിനെ രക്ഷകനും കർത്താവുമായി സേവിക്കുക. എന്നാൽ ആ പ്രോസസ്സിൽ കൂടി നമ്മൾ കർത്താവിലേക്ക് അവൻ്റെ കാന്തയായി തീർന്ന് അവനെ കാത്തിരിക്കുന്ന അനുഭവം, അത് ജീവിതത്തിൽ ദിവസവും പുതുക്കം പ്രാപിച്ചു പോകേണ്ട ഒരു അനുഭവമാണ്. അതിനുവേണ്ടി ദൈവം നമുക്ക് വേണ്ടതൊക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടതായിട്ടുള്ള കൂട്ടായ്മ ദൈവജനത്തെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിന്ന് അവൈലബിളാണ്. എന്നാൽ ദൈവം ഒരിക്കൽ വന്ന് നമ്മളെ കൂട്ടിച്ചേർക്കാൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും കർത്താവിനെ കാണാതെ, അല്ലെങ്കിൽ കർത്താവ് വിളിക്കുമ്പോഴേ ആ രീതിയിൽ കർത്താവിനെ എതിരേൽക്കാൻ പോകാൻ ഇല്ലാതെ വിളക്കിൽ എണ്ണയില്ലാത്തവരെ പോലെ ആയി പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിന്ന് ഈ ദിവസങ്ങളിൽ വീര്യം പ്രവർത്തിക്കുന്നവരായിരിക്കാനായിട്ട് ദൈവം നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ഈ വചനകേൾവി ഇത്രയും നേരം കേട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ബാക്കി ചിന്തിക്കാനായിട്ടുള്ള ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാനുള്ള കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ ഇന്ന് എങ്ങും പ്രസംഗിക്കപ്പെടുന്ന പോലും ഒരു വിഷയമല്ല. കാരണം അതിനെക്കുറിച്ചൊന്നും ആൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയും പറയുകയും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കുറേ എപ്പിസോഡുകൾ കൂടി കർത്താവിൻ്റെ പുനരാഗമന ചിന്തകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായും അതെല്ലാം അറ്റൻഡ് ചെയ്യുകയും കേൾക്കുകയും ചെയ്യണം. അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനമായി തീരും. ഈ ദിവസങ്ങളിൽ നരകത്തെക്കുറിച്ച് 4 ക്ലാസ്സോളം ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നു. നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ടുള്ള പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇതെല്ലാം കണ്ടവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് നിങ്ങളെ യൂസ് ചെയ്യപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വചനം കർത്താവെ ശ്രവിപ്പാനായിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തന്നോർത്ത് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എത്ര മനോഹരമുള്ളതെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അത് ഞങ്ങളുടെ അണ്ണാക്കിനെത്ര മധുരം എന്നതിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നുള്ളൂ. നിൻ്റെ വചനം തികവുള്ളതെന്ന് പെർഫെക്റ്റ് ആണല്ലോ കർത്താവെ. അത് ഞങ്ങളെ ബലപ്പെടുത്തുന്നതാവുന്ന ഓർത്ത് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിൻ്റെ വചനത്തിൽ ഞങ്ങൾ ഉറച്ച കർത്താവിൽ നിന്ന് വീര്യം പ്രവർത്തിക്കുന്നവരായിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കർത്താവേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നതിൻ്റെ വചനത്തിൽ തന്നെയുണ്ട്. എന്നാൽ അതിലൊക്കെ ജയമെടുക്കുവാനായിട്ടുള്ള ദൈവകൃപ ഈ ദിവസങ്ങളിൽ നീ അവർക്കൊക്കെ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന അനേകരുണ്ട്. ഫൈനാൻഷ്യലായിട്ടുള്ള ക്രൈസിസ് ഉള്ളവർ, അതുപോലെ കർത്താവേ മാനസികമായിട്ടുള്ള വലിയ വ്യഥകൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. വേർപാടിൻ്റെ ദുഃഖത്തെ പോലെ തന്നെ, അതുപോലെ തന്നെ കർത്താവേ ഭവനത്തിലെ ചില കർത്താവേ ബാധകൾ പോലെ ചില കാര്യങ്ങൾ ഒരിക്കലും മാറാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന പലരും ഇത് കാണുന്നുണ്ടല്ലോ. ദൈവം ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ വലിയ വലിയ വീണ്ടെടുപ്പ് ആ ഭവനത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ റിലീസ് ഇന്ന് അവിടെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. അന്ധകാര ശക്തികളെയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ശക്തി അവിടെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാറ്റിനുള്ള ടോട്ടൽ റിലീസ് നീ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഈ കേട്ടവരെല്ലാം എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച ഓർത്ത സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെ മണി വരെ ഉണ്ടല്ലോ. ഇവിടെ പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ അയച്ചു തരണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.